പ്രിയ വിദ്യാർത്ഥികളെ, ഇംഗ്ലീഷ് ജ്യൂസ് പോട്ട് ഒരുക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. എഡിറ്റിംഗ്. In high school English exams, editing is a common question type. A short passage is given that contains various kinds of errors. Students are expected to identify and correct these errors. ഹൈസ്കൂൾ ഇംഗ്ലീഷ് എക്സാമുകളിൽ സാധാരണമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എഡിറ്റിംഗ്. ഒരു പാസേജ് നൽകും, അതിൽ ഏതാനും എറേഴ്സ് ഉൾപ്പെടും. ഒരു പക്ഷേ എറേഴ്സ് ഓൾറെഡി മാർക്ക് ചെയ്ത് നൽകിയിട്ടുണ്ടാകും. അതല്ലെങ്കിൽ എന്താണ് എറേഴ്സ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, എന്നിട്ട് അവ കറക്റ്റ് ചെയ്യണം. ഇത്തരമൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ഏതൊക്കെ ലാംഗ്വേജ് ഏരിയകളിലാണ് എറേഴ്സ് എന്ന് ഒരു ഐഡിയ ഉണ്ടായിരിക്കുന്നത് സഹായകരമാകും. അത്തരത്തിലുള്ള ചില ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ദി എറേഴ്സ് മേ റിലേറ്റ് ടു സ്പെല്ലിംഗ് എറേഴ്സ്. ഒരുപക്ഷെ സ്പെല്ലിംഗ് എറേഴ്സ് ആയിരിക്കാം. പങ്ക്ച്വേഷൻ എറേഴ്സ്, ഫോർ എക്സാമ്പിൾ മിസ്യൂസ് ഓർ ഒമിഷൻ ഓഫ് കോമാസ്, ഫുൾ സ്റ്റോപ്സ്, കൊട്ടേഷൻ മാർക്സ്, അപ്പോസ്ട്രോഫി എറ്റ്സെട്ര. പങ്ക്ച്വേഷൻ മാർക്കുകൾ ആവശ്യം ഉള്ളിടത്ത് ചേർക്കാതെയും ഇല്ലാത്തിടത്ത് അനാവശ്യമായി ചേർത്തുമൊക്കെ എറേഴ്സ് വന്നേക്കാം. ക്യാപിറ്റലൈസേഷൻ എറേഴ്സ്, ഫോർ എക്സാമ്പിൾ നെയിംസ്, ബിഗിനിങ് ഓഫ് സെൻറ്റൻസസ്, പ്രോപ്പർ നൗൺസ്. എവിടെയൊക്കെ ക്യാപിറ്റൽ ലെറ്റർ ചേർക്കണം അവിടെ ചേർക്കാതെ നൽകിയേക്കാം. സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻറ്റ്, സബ്ജക്റ്റും വേർബും തമ്മിലുള്ള ബന്ധം. സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം പ്ലൂറൽ വേർബ് ചേർക്കുക, നേരെ തിരിച്ചും. സബ്ജക്റ്റ് സിംഗുലർ ആയിരിക്കുമ്പോൾ വേർബ് സിംഗുലർ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഹീ ഗോ എന്നത് തെറ്റാണ്. ഹീ എന്ന തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റിനോടൊപ്പം ഗോസ് എന്ന സിംഗുലർ എസ് ഫോം വേർബ് വേണം. ഇത്തരത്തിലുള്ള സബ്ജക്റ്റും വേർബും തമ്മിൽ ബന്ധമില്ലാത്ത രീതിയിൽ എറേഴ്സ് വന്നേക്കാം. ദെൻ വേർബ് ഫോം എറേഴ്സ്. ചില വേർബുകൾ ചേർക്കേണ്ട കറക്റ്റായ ഫോമിൽ തരാതെ തെറ്റായ രീതിയിൽ തന്നേക്കാം. ഫോർ എക്സാമ്പിൾ ആഫ്റ്റർ മോഡൽ ഓക്സിലറീസ്. മോഡൽ ഓക്സിലറി വേർബുകൾക്ക് ശേഷം അതോടൊപ്പം എപ്പോഴും നാം ബേസ് വേർബ് ഫോമാണ് ചേർക്കേണ്ടത്. ഉദാഹരണത്തിന് ക്യാൻ ഗോസ് എന്നത് തെറ്റായിരിക്കും. ക്യാൻ ഗോ എന്നാണ് വേണ്ടത്. കുഡ് വെൻറ്റ്. ഇങ്ങനെ രണ്ടും പാസ്റ്റാക്കി എഴുതുന്നതും തെറ്റായിരിക്കും. കുഡ് എന്ന മോഡൽ ഓക്സിലറി വേർബ് കഴിഞ്ഞാൽ ബേസ് വേർബ് ചേർക്കണം. വെൻറ്റ് എന്നതിന് പകരം ഗോ. ക്യാൻ ഗോ എന്നതിൻ്റെ പാസ്റ്റ് ഫോം കുഡ് എന്ന മോഡൽ ഓക്സിലറിയിൽ മാത്രമാണ് പാസ്റ്റ് ഉണ്ടാക്കേണ്ടത്. ഗോ എന്ന വേർബ് അതേപോലെ നിലനിർത്തണം. ദെൻ ജെറൻസ് ആൻഡ് ഇൻഫിനിറ്റീവ്സ്. ചില പ്രത്യേകമായ എക്സ്പ്രഷനുകളോട് കൂടെ ജെറൻറ്റ് ഫോമുകൾ അഥവാ ING ഫോംസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ലുക്ക് ഫോർവേഡ് ടു കഴിഞ്ഞ് നാം എപ്പോഴും ING ഫോം ഉപയോഗിക്കണം. മീറ്റ് എന്ന ബേസ് ഫോം ശരിയാകില്ല. ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് എന്നെഴുതണം. ഇത്തരത്തിലുള്ള ജെറൻറ്റ് ഫോമുകൾ തെറ്റായി അല്ലെങ്കിൽ ഇൻഫിനിറ്റീവുകൾ തെറ്റായി തന്നേക്കാം. ദെൻ ബെയർ ഇൻഫിനിറ്റീവ്സ്. ചിലയിടത്തൊക്കെ നമുക്ക് ബെയർ ഇൻഫിനിറ്റീവ് ഫോംസ് എഴുതേണ്ടി വരും. ഉദാഹരണത്തിന് ബെയർ ഇൻഫിനിറ്റീവ്സ് ഫോം എന്ന് പറഞ്ഞാൽ ബേസ് ഫോം വേർബ് തന്നെയാണ്. ആഫ്റ്റർ കോസേറ്റീവ് വേർബ്സ് ലൈക്ക് മേക്ക്, ലെറ്റ്, എറ്റ്സെട്ര. ചില പ്രത്യേക വേർബുകൾ മേക്കിൻ്റെ പാസ്റ്റ് ഫോമായ മെയ്ഡ് ഇതൊക്കെ കഴിഞ്ഞാൽ മറ്റൊരു വേർബ് വരുന്നുണ്ടെങ്കിൽ അതെപ്പോഴും ബേസ് ഫോമിൽ ഉപയോഗിക്കണം. അതുപോലെ തന്നെയാണ് ലെറ്റ്. ഫോർ എക്സാമ്പിൾ ദ കപ്പിൾ മെയ്ഡ് ദി ഓൾഡ് മാൻ ടു ലിവ് ഇൻ ദ കൂ എന്നുള്ളത് തെറ്റാണ്. ഇവിടെ മെയ്ഡ് അഥവാ പാസ്റ്റ് ടെൻസ് ഓഫ് മേക്ക് ഇതൊരു കോസേറ്റീവ് വേർബാണ്. ഇത്തരമൊരു വേർബ് കഴിഞ്ഞ് ഒബ്ജക്റ്റ് ദി ഓൾഡ് മാൻ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ടു ലിവ് എന്നുള്ളത് ഒരു ടു ഇൻഫിനിറ്റീവിലാണ് തന്നിരിക്കുന്നത്. ആ ടു ഇൻഫിനിറ്റീവിന് പകരം മേക്ക്, മെയ്ഡ് തുടങ്ങിയ വേർബുകൾക്ക് ശേഷം വരുന്ന വേർബ് എപ്പോഴും ബേസ് ഫോമിലായിരിക്കണം. എന്ന് വെച്ചാൽ ദ കപ്പിൾ മെയ്ഡ് ദി ഓൾഡ് മാൻ ലിവ് ഇൻ ദ കൂപ്പ് എന്നാണ് വേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ടെൻസ് എറേഴ്സ്, പ്രത്യേകിച്ച് ലാക്ക് ഓഫ് ടെൻസ് സീക്വൻസ്. ടെൻസുകൾ പരസ്പരം ബന്ധമില്ലാതെ വരുന്ന അവസ്ഥ. ഫോർ എക്സാമ്പിൾ ഹി ടോൾഡ് മീ ഹി വിൽ കം എന്നുള്ളിടത്ത് ടോൾഡ് ഒരു സിമ്പിൾ പാസ്റ്റ് വേർബാണ്. അതോടൊപ്പം വിൽ കം എന്നതിന് പകരം വുഡ് കം എന്നാക്കേണ്ടിയിരുന്നു. ഇൻകറക്റ്റ് വേർഡ് ഓർഡർ, പദങ്ങളുടെ ക്രമീകരണത്തിൽ വരുന്ന എറേഴ്സ്. ഫോർ എക്സാമ്പിൾ ഹി വിൽ കമ്മിങ് ബി എന്നുള്ളത് ഹി വിൽ ബി കമ്മിങ് എന്ന കൃത്യമായ ഓർഡറിൽ വേണം.
ഹീ ക്യാൻ ഹെൽപ്പ് മീ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. സ്വാഭാവികമായും ക്യാൻ എന്നുള്ള ഓക്സിലറി ഹീ എന്ന സബ്ജക്റ്റിന് മുമ്പിൽ വരണം. ക്യാൻ ഹി ഹെൽപ്പ് മീ എന്നിങ്ങനെ. ദെൻ പ്രോനൗൺ എറേഴ്സ്, പ്രത്യേകിച്ച് റിലേറ്റീവ് പ്രൊനൗൺസ്. തെറ്റായ രീതിയിൽ റിലേറ്റീവ് പ്രൊനൗൺസ് ഉപയോഗിക്കുക. വിച്ച്, ഹൂ, ദാറ്റ് ഇവ കറക്റ്റായ രീതിയിൽ ഉപയോഗിക്കണം. റോങ് പേഴ്സണൽ ഓർ പൊസസീവ് പ്രൊനൗൺസ്. ഹി, ഹിം. ഹി എന്ന സബ്ജക്റ്റ് പ്രൊനൗണിന് പകരം ഹിം എന്നുള്ള ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്ന രീതി. ദെൻ ദയർ എന്ന പൊസസീവ് ഫോമിന് പകരം ദർ എന്നുള്ള മറ്റൊരു വേർഡ് ഉപയോഗിക്കുന്ന തെറ്റായ രീതി. ദെൻ പ്രിപ്പോസിഷൻ എറേഴ്സ്, ആവശ്യമില്ലാതെ പ്രിപ്പോസിഷനുകൾ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഡിസ്കസ് എബൌട്ട്. ഡിസ്കസ് ഒരു വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതോടൊപ്പം നാം എബൌട്ട് എന്നുള്ള പ്രിപ്പോസിഷൻ ഉപയോഗിക്കില്ല. ഡിസ്കസ് ദ മാറ്റർ എന്നുള്ളതാണ് ശരിയായ രീതി. ഡിസ്കസ് എബൌട്ട് ദ മാറ്റർ എന്നല്ല. ദെൻ ആർട്ടിക്കിൾ യൂസേജ്. എ, ആൻ വിദ്യാർത്ഥികൾക്ക് അറിയുന്നതാണ്. വവൽ സൗണ്ടുകൾക്ക് മുമ്പിൽ ആൻ ഉപയോഗിക്കണം. അവിടെ തെറ്റായിട്ട് എ ഉപയോഗിക്കുന്ന രീതി. ദെൻ ഡിറ്റർമിനർ എറേഴ്സ്. ഫോർ എക്സാമ്പിൾ മച്ച്, മെനി, സം, എനി. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് കൗണ്ടബിൾ ആയിട്ടുള്ള എണ്ണാൻ പറ്റുന്ന നൗണുകൾക്ക് മുമ്പിൽ നാം മെനി ഉപയോഗിക്കും. അൺകൗണ്ടബിളിൻ്റെ കൂടെ മച്ച് എന്നോ സം എന്നോ ഒക്കെ ഉപയോഗിക്കും. ദെൻ കൺജങ്ഷൻ എറേഴ്സ്, പ്രത്യേകിച്ച് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. അർത്ഥവ്യത്യാസം ഉണ്ടായിരിക്കും, അത് ശ്രദ്ധിക്കുക. ബിക്കോസ്, ഓൾദോ തുടങ്ങിയ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് അർത്ഥത്തോടുകൂടെ അർത്ഥം ശ്രദ്ധിച്ചുകൊണ്ട്, മീനിങ് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത്. ദെൻ ഇൻകറക്റ്റ് യൂസ് ഓഫ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ഇതുപോലെ തന്നെ നാം സാധാരണ ഉപയോഗിക്കുന്ന ആൻഡ്, ബട്ട്, ഓർ തുടങ്ങിയ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് അർത്ഥപൂർണമായിട്ട് ഉപയോഗിക്കണം. ആൻഡ് എന്നുള്ളത് പരസ്പരം യോജിപ്പിക്കാനുള്ളതാണ്, പ്ലസ് ചെയ്യുന്ന അവസ്ഥ. ബട്ട് ഒരു കോൺട്രാസ്റ്റിനെ കാണിക്കുന്നതാണ്. ഓർ ഒരു ചോയ്സ് ആണ്. അപ്പോൾ ഒരു സന്ദർഭത്തിൽ ഏത് മീനിങ് ആണോ കറക്റ്റായിട്ട് വരേണ്ടത് അതിനനുസൃതമായ കൺജങ്ഷൻ ഉപയോഗിക്കണം. ദെൻ റിഡൻഡൻസി ഓർ റെപ്പറ്റീഷൻ, അനാവശ്യമായ ആവർത്തനങ്ങൾ. ഉദാഹരണത്തിന് റിപ്പീറ്റ് അഗൻ എന്ന് പറയേണ്ടതില്ല. റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അഗൻ ഉണ്ട്. റിപ്പീറ്റ് മീൻസ് ഡു സംതിങ് അഗൻ. അപ്പോൾ നമ്മൾ റിപ്പീറ്റ് അഗൻ എന്നുള്ള വേർഡ് ഉപയോഗിക്കേണ്ടതില്ല, റിപ്പീറ്റ് മാത്രം മതി. റിട്ടേൺ ബാക്ക്, റിട്ടേൺ എന്നതിൽ തന്നെ ഉണ്ട് ബാക്ക്. റിട്ടേൺ മീൻസ് കം ബാക്ക് ഓർ ടേൺ ബാക്ക്. അപ്പോൾ റിട്ടേൺ എന്നതിനോട് കൂടെ ബാക്ക് എന്നുള്ള പദം വീണ്ടും എഴുതരുത്. എൻഡ് റിസൾട്ട്, എൻഡ് റിസൾട്ട് എന്നുള്ളതിൽ ആ എൻഡ് റിസൾട്ടിൽ തന്നെ അടങ്ങുന്നതാണ്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൻ്റെ എൻഡ് ആയിരിക്കും. അപ്പോൾ എൻഡ് റിസൾട്ട് വേണ്ട, വെറും റിസൾട്ട് മതി. ദെൻ ഇൻകറക്റ്റ് യൂസ് ഓഫ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, പ്രത്യേകിച്ച് ഡബിൾ കമ്പാരിറ്റീവ് ഉപയോഗിക്കുന്ന രീതി. മോർ, ബെറ്റർ. ബെറ്റർ എന്നത് തന്നെയാണ് കമ്പാരിറ്റീവ് ഫോം, പിന്നെ അതിൻ്റെ കൂടെ ഒരു മോർ ചേർക്കേണ്ടതില്ല. ദെൻ ഹോമോഫോൺസ് ആൻഡ് കൺഫ്യൂസിങ് വേർഡ്സ്. ഹോമോഫോൺസ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അർത്ഥമായിരിക്കും, വ്യത്യസ്ത സ്പെല്ലിംഗ് ആയിരിക്കാം, പക്ഷേ ഉച്ചാരണം ഒരേപോലെയായിരിക്കും. ദയർ, ദർ, ദയാർ, ആക്സെപ്റ്റ്, എക്സെപ്റ്റ് ഇതൊക്കെ കൺഫ്യൂസിങ് വേർഡ്സ് ആണ്. ഇവയൊക്കെ ശരിയാം വിധം അർത്ഥപൂർണമായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഏതാനും എക്സാം മോഡൽ ക്വസ്റ്റ്യൻസ് പരിശോധിക്കാം. Question 1. There are some errors in the following passage. Identify and edit them. ഇവിടെ ഒരു പാസേജ് നൽകിയിരിക്കുന്നു. അതിൽ എറേഴ്സ് ഉണ്ട്, പക്ഷേ നമുക്ക് മാർക്ക് ചെയ്ത് നൽകിയിട്ടില്ല. നാം എന്താണ് എറേഴ്സ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, എന്നിട്ട് അവ എഡിറ്റ് ചെയ്യണം. നമുക്ക് ഈ പാസേജ് ഒന്ന് വായിച്ചു നോക്കാം. The doctor which took care of the child couldn't resist the temptation to listen to the angel's heart. ഡോക്ടറെ കുറിച്ചാണ് പറയുന്നത്. ഏത് ഡോക്ടർ എന്ന് വിശദീകരിക്കുന്ന ഒരു റിലേറ്റീവ് ക്ലോസ് ഉണ്ട്. എന്നാൽ റിലേറ്റീവ് ക്ലോസ് ഡോക്ടർ എന്നുള്ള വ്യക്തിയെ പരിചയപ്പെടുത്താൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിച്ച് എന്ന റിലേറ്റീവ് പ്രോനൗൺ കൊണ്ടാണ്. അത് തെറ്റാണ്. ദ ഡോക്ടർ വിച്ച് എന്നുള്ളത് എററാണ്. ദ ഡോക്ടർ ഹൂ എന്ന് വേണം കറക്റ്റ് ഫോം. ദെൻ അടുത്ത സെൻറ്റൻസിൽ ഹി ഫൗണ്ട് സോ മെനി വിസിലിംഗ് എന്ന് പറയുന്നു. വിസിലിംഗ് എന്നുള്ളത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. നൗൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ING ഫോമിൽ, ഒരു ജെറൻറ്റ് ഫോമിൽ വിസിലിംഗ്. സോ മെനി വിസിലിംഗ്. മെനി എന്നുള്ളത് കൗണ്ടബിൾ ഡിറ്റർമിനറാണ്, എണ്ണാൻ പറ്റുന്ന നൗണുകളോടൊപ്പം ചേർക്കുന്നത്. എന്നാൽ വിസിലിംഗ് എന്നുള്ളത്
ഒരു കൺസെപ്റ്റായിട്ട്, എണ്ണാൻ പറ്റാത്ത ഒരാശയമായിട്ടാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെനി വിസിലിംഗ് എന്ന് പറയില്ല, മച്ച് വിസിലിംഗ് ഇൻ ദ ഹാർട്ട്. തുടർന്ന് വായിക്കുമ്പോൾ സോ മച്ച് സൗണ്ട്സ് ഇൻ ദ കിഡ്നീസ്, കിഡ്നിയിൽ ഒരുപാട് ശബ്ദങ്ങൾ. സൗണ്ട്സ് എന്നുള്ളത് പ്ലൂറലായി തന്നെ തന്നിരിക്കുന്നു. സ്വാഭാവികമായും അതൊരു കൗണ്ടബിൾ നൗണാണ്, എണ്ണാൻ പറ്റുന്ന സിംഗുലറും പ്ലൂറലും ഉള്ളതാണ് കൗണ്ടബിൾ നൗൺസ്. ഇവിടെ സൗണ്ട്സ് പ്ലൂറലായി തന്നിരിക്കുന്നു, എന്നാൽ മച്ച് എന്ന അൺകൗണ്ടബിൾ ഡിറ്റർമിനറാണ് കൂടെ ചേർത്തിരിക്കുന്നത്. അത് തെറ്റാണ്. സൗണ്ട്സ് എന്നതിനോടൊപ്പം മെനി സൗണ്ട്സ് എന്നാണ് വേണ്ടത്. വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ് ഹവെവർ were the logic of his wings. ഈ സെൻറ്റൻസിൽ വാട്ട് സർപ്രൈസ്ഡ് ഹിം മോസ്റ്റ് എന്ന ഒരു നൗൺ ഫ്രേസാണ് സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത്. ഈ നൗൺ ഫ്രേസ് അതിലൂടെ പറയുന്ന ആശയം എന്താണ് അദ്ദേഹത്തെ ഏറെ ആശ്ചര്യപ്പെടുത്തിയ കാര്യം. ഇത് ഒരു സിംഗുലർ ആശയമാണ്, എന്നാൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർബ് വേർ എന്നുള്ള പ്ലൂറൽ വേർബാണ്. വാട്ട് സർപ്രൈസ്ഡ് ഹിം വേർ എന്നുള്ളത് തെറ്റാണ്. വാട്ട് സർപ്രൈസ്ഡ് ഹിം വാസ് എന്ന സിംഗുലർ വേർബാണ് അതോടൊപ്പം വേണ്ടത്. Then they seemed so natural on that completely human organism. Next sentence, he couldn't understood why other people didn't have them too. ഈ സെൻറ്റൻസിൽ രണ്ട് എറേഴ്സ് ഉണ്ട്. രണ്ടും ഏകദേശം സിമിലറായ എറർ തന്നെയാണ്. കുഡിൻറ്റ് കഴിഞ്ഞ് അണ്ടർസ്റ്റുഡ് എന്നുള്ള മറ്റൊരു പാസ്റ്റ് ഫോം കാണാം. ഇത് തെറ്റാണ്. കുഡ് ഓർ കുഡിൻറ്റ് നെഗറ്റീവ് ഫോം ആയാലും അതൊരു മോഡൽ ഓക്സിലറി വേർബാണ്. മോഡൽ ഓക്സിലറി വേർബിനോടൊപ്പം എപ്പോഴും നാം ബേസ് വേർബാണ് ചേർക്കേണ്ടത്. കുഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് എന്ന് വേണം. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ക്യാൻ എന്നുള്ളതും അണ്ടർസ്റ്റാൻഡ് എന്നുള്ളതും ഒരു പ്രസൻറ്റ് ടെൻസ് ഫോമിലാണ്. ഇനി അതിനെ നാം പാസ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ക്യാൻ എന്നുള്ള മോഡൽ ഓക്സിലറിയുടെ ഒരു പാസ്റ്റ് ഫോമാണ് ചേർക്കുന്നത്. ക്യാൻ എന്നതിനെ കുഡ് എന്നാക്കും. അണ്ടർസ്റ്റാൻഡ് എന്നുള്ളത് എപ്പോഴും ബേസ് ഫോമിൽ നിലനിർത്തണം. ക്യാൻ അണ്ടർസ്റ്റാൻഡ്, കുഡ് അണ്ടർസ്റ്റാൻഡ് എന്നിങ്ങനെ. ദെൻ മറ്റൊരു എറർ ഇതിൽ ഡിഡ്ന്റ് ഹാഡ്. ഇതൊരു നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി മെയിൻ വേർബിനെ സ്പ്ലിറ്റ് ചെയ്ത രീതിയാണ്. ഹാഡ് എന്നുള്ളത് ഇവിടെ ഒരു മെയിൻ വേർബാണ്. ആ പാസ്റ്റിൽ നിന്നും നാം ഡിഡ് എന്നുള്ള പാസ്റ്റ് ഫോം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം വീണ്ടും ഹാഡ് എന്നുള്ള പാസ്റ്റ് ഫോം നിലനിൽക്കില്ല. മറ്റൊരു വേർബ് ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ വർക്ക്. വർക്ക് എന്നതിനെ നാം നെഗറ്റീവ് ആക്കുമ്പോൾ പ്രസൻറ്റ് ടെൻസ് ബേസ് ഫോമിലേക്ക് ഡോണ്ട് വർക്ക്. അത് എസ് ഫോം ആണെങ്കിൽ ഡസിൻറ്റ് വർക്ക്. എപ്പോഴും വർക്ക് ആ ബേസ് ഫോമിൽ തന്നെ നിലനിൽക്കും. ദെൻ അതിനെ പാസ്റ്റ് നെഗറ്റീവിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഡിഡിൻറ്റ് വർക്ക് എന്ന പോലെ തന്നെയാണിത്. ഇവിടെ നമുക്ക് വേണ്ടത് ഹാഡ് എന്ന പാസ്റ്റ് ഫോമിന് പകരം അതിൻ്റെ ബേസ് ഫോമായ ഹാവ് ആണ് വേണ്ടത്. ഡിഡിൻറ്റ് ഹാവ്, ഡോണ്ട് ഹാവ്, ഡസിൻറ്റ് ഹാവ്, ഡിഡിൻറ്റ് ഹാവ്. എപ്പോഴും ഹാവ് ബേസ് ഫോമിൽ നിലനിൽക്കും. Question 2. Edit the marked errors in the following passage. ഇവിടെ നൽകിയിരിക്കുന്ന ഈ പാസേജിൽ എറേഴ്സ് എന്താണെന്ന് മാർക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട്. നമുക്കവ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഇൻ മൈ മൈൻഡ് ഐ വെൻറ്റ് ഓവർ എവറി ക്രിസ്മസ്. ക്രിസ്മസ് എന്നുള്ളത് എറർ ആണെന്ന് നൽകിയിരിക്കുന്നു. എന്താണ് അതിലെ കുഴപ്പം? ക്രിസ്മസ് എന്നുള്ളത് ഒരു പ്രോപ്പർ നൗൺ ആണ്. അതെപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് തുടങ്ങണം. ക്രിസ്മസ് അതിൻ്റെ കറക്റ്റ് ഫോം എഴുതിയത് ശ്രദ്ധിക്കുക. ദെൻ ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദ വാർ. അറ്റ് ഫസ്റ്റ് ഐ ഹാഡ് എ ഹോം, പാരൻസ്, 2 sisters ആൻഡ് എ ബ്രദർ. പാരൻസ് എന്നുള്ളത് അവിടെ ഒരു അപ്പോസ്ട്രോഫി കാണാൻ സാധിക്കും. അതൊരു പങ്ക്ച്വേഷൻ എററാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് പാരൻറ്റിൻ്റെ എന്ന അർത്ഥത്തിലല്ല. എഴുതിയിരിക്കുന്നത് പാരൻറ്റ് അപ്പോസ്ട്രോഫി എസ് എന്ന് വെച്ചാൽ പാരൻറ്റിൻ്റെ ഒരു പൊസസീവ് രൂപമാണ് തന്നിരിക്കുന്നത്. ഇവിടെ എനിക്കൊരു വീടുണ്ടായിരുന്നു, രക്ഷിതാക്കളുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾ എന്ന പ്ലൂറൽ ഫോമാണ് ഉദ്ദേശിച്ചത്. അവിടെ അനാവശ്യമായ അപ്പോസ്ട്രോഫി ആവശ്യമില്ല. പാരൻസ് എന്ന പ്ലൂറൽ ഫോമാണ് വേണ്ടത്. Then we had no home of our own anymore, but we were together. Later I was alone, but surrounded by other people. And now I was lonely, I suppose, than anyone else in the world. ഈ സെൻറ്റൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ
സ്പിൽമാൻ അദ്ദേഹത്തെ ലോകത്തെ മറ്റുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. എന്നുവെച്ചാൽ രണ്ട് ഗ്രൂപ്പായിട്ടുള്ള ഒരു കമ്പാരിസണാണ്. ഐ എന്നുള്ള സ്പിൽമാനും ദെൻ എനിവൺ എൽസ് എന്നുള്ള മറ്റൊരു ഗ്രൂപ്പും. എന്നുവെച്ചാൽ രണ്ട് എൻറ്റിറ്റി തമ്മിലുള്ള ഒരു കമ്പാരിസൺ എപ്പോഴും നാം കമ്പാരിറ്റീവ് ഫോമിലാണ് ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ദാൻ എന്നുള്ള ഒരു വേർഡും കൂടെ ഉണ്ടാകുമ്പോൾ. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെക്കാൾ ലോൺലിയാണ് എന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ മറ്റുള്ളവരെക്കാൾ ലോൺലിയറാണ് എന്ന് വേണം. കൂടുതൽ ഏകാന്ത അനുഭവിക്കുന്ന അവസ്ഥയിലാണ്. ആൻഡ് നൗ ഐ വാസ് ലോൺലിയർ ദാൻ എനിവൺ എൽസ് ഇൻ ദ വേൾഡ്. ലോൺലിയർ എന്ന കമ്പാരിറ്റീവ് ഫോമാണ് വേണ്ടിയിരുന്നത്. ദെൻ ഐ ഹാഡ് ടു ബി അലോൺ, എൻറ്റർ അലോൺ ഇഫ് ഐ വാണ്ടഡ് ടു ലിവ്. ഇവിടെ എൻറ്റർ എന്നുള്ള ഒരു ആഡ്ജക്റ്റീവ് ഫോം കാണാൻ സാധിക്കും. എലോൺ എന്നുള്ളത് മറ്റൊരു ആഡ്ജക്റ്റീവാണ്, ഒറ്റപ്പെട്ട. ഞാൻ പരിപൂർണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. എലോൺ എന്ന ആഡ്ജക്റ്റീവിനെയാണ് എൻറ്റർ എന്നുള്ള മറ്റൊരു പദം മോഡിഫൈ ചെയ്യുന്നത് അഥവാ അതിനെ വിശേഷിപ്പിക്കുന്നത്. എപ്പോഴും വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കുക, ഒരു ആഡ്ജക്റ്റീവിനെ മറ്റൊരു പദം വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, മോഡിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വിശേഷണ പദം ഒരു ആഡ്വേർബ് ആയിരിക്കണം. അപ്പോൾ എൻറ്റർ എലോൺ എന്നുള്ളത് പറ്റില്ല. ആ എൻറ്റർ എന്നുള്ളത് ഒരു ആഡ്വേർബിലേക്ക് മാറ്റണം. എൻറ്റയർലി എലോൺ എന്ന രൂപത്തിലേക്ക് മാറ്റണം. ഇവിടെ ഒരു പ്രത്യേകമായ കുറിപ്പ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നൽകിയതും ശ്രദ്ധിക്കുക. ആൻ ആഡ്ജക്റ്റീവ് ഈസ് മോഡിഫൈഡ് ബൈ ആൻ ആഡ്വേർബ്. ഒരു ആഡ്ജക്റ്റീവിന് നാം ഒരു ആഡ്വേർബ് കൊണ്ടാണ് മോഡിഫൈ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, പെർഫെക്റ്റ്ലി ക്ലിയർ. പെർഫെക്റ്റ് ക്ലിയർ എന്ന് പറയില്ല. ക്ലിയർ എന്നുള്ളത് ഓൾറെഡി ഒരു ആഡ്ജക്റ്റീവാണ്. ഇനി അതിനെ ഒന്നുകൂടെ നാം വിശേഷിപ്പിക്കാൻ ഒരു പദം ഉപയോഗിക്കുമ്പോൾ അതൊരു ആഡ്വേർബ് ഫോമിൽ വേണം. പെർഫെക്റ്റ്ലി ക്ലിയർ. അതുപോലെ തന്നെ ക്ലിയർലി വിസിബിൾ എന്നിങ്ങനെയാണ് പേറുകൾ ഉണ്ടാക്കേണ്ടത്. വിസിബിൾ എന്നുള്ളത് ഓൾറെഡി ഒരു ആഡ്ജക്റ്റീവാണ്. അതിനെ ഒന്നുകൂടെ വിശേഷിപ്പിക്കാൻ ക്ലിയർ വിസിബിൾ എന്ന് പറയില്ല, ക്ലിയർലി വിസിബിൾ എന്നിങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. Question 3. Edit the marked errors in the following passage. ഇവിടെ നൽകിയിരിക്കുന്ന പാസേജിൽ എറേഴ്സ് മാർക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട്. നമുക്ക് എഡിറ്റ് ചെയ്താൽ മതി. ആദ്യ സെൻറ്റൻസ് വായിക്കാം. Despite of the challenges of trekking to a faraway school and being ignored by teachers, also classmates, I persevered. ഈ സെൻറ്റൻസിൽ തന്നെ രണ്ട് എറേഴ്സ് ഉണ്ട്. ആദ്യം despite of, ഒരു പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട എററാണ്. despite എന്നുള്ള പദം എപ്പോഴും ഒരു സിംഗിൾ വേർഡായിരിക്കും. അതിൻ്റെ കൂടെ ഓഫ് വരില്ല. അതിൻ്റെ എററും കറക്ഷനും നൽകിയത് ശ്രദ്ധിക്കുക. despite of എന്നുള്ളത് തെറ്റാണ്. despite എന്നതാണ് അതിൻ്റെ കറക്റ്റ് ഫോം. എന്താണ് അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഇൻ സ്പൈറ്റ് ഓഫ് എന്ന ഫ്രേസിൻ്റെ ഒരു സിംഗിൾ വേർഡ് ഫോമാണ് despite. despite എന്ന് പറഞ്ഞാൽ ഇൻ സ്പൈറ്റ് ഓഫ് എന്നാണ്. അപ്പോൾ ഓഫ് എന്നുള്ളത് ഓൾറെഡി ഡെസ്പൈറ്റിൽ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ പിന്നെ നാം വീണ്ടും ഓഫ് എഴുതി ചേർക്കരുത്. ഡെസ്പൈറ്റ് എന്നതിന് പകരം ആ സ്ഥാനത്ത് ഇൻ സ്പൈറ്റ് ഓഫ് എന്നെഴുതി ചേർക്കാവുന്നതാണ്. ഇൻ സ്പൈറ്റ് ഓഫ് എന്നുള്ളതും ഡെസ്പൈറ്റ് എന്നുള്ളതും ഒന്ന് തന്നെയാണ്, ഒരുപോലെയാണ്. അപ്പോൾ ഡെസ്പൈറ്റിൻ്റെ കൂടെ വീണ്ടും ഓഫ് ചേർത്താൽ ഇൻ സ്പൈറ്റ് ഓഫ് എന്നിങ്ങനെ വരും. അതാണ് എറർ. ശ്രദ്ധിക്കുക, ഡെസ്പൈറ്റ് എപ്പോഴും വിതൗട്ട് ഓഫ് ഒരു സിംഗിൾ വേർഡായിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ദെൻ ഓൾസോ എന്നുള്ളത് തെറ്റായ ഒരു കൺജങ്ഷൻ ഫോമാണ്. ഇവിടെ ടീച്ചേഴ്സ് ആൻഡ് ക്ലാസ്മേറ്റ്സ് എന്നാണ് വേണ്ടത്. രണ്ട് നൗണുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കണക്റ്റിംഗ് കൺജങ്ഷനാണ് നമുക്ക് വേണ്ടത്. ഒരു ആഡിങ്, പരസ്പരം ചേർക്കുന്ന. ആൻഡ് എന്നുള്ളതാണ് കറക്റ്റ് ഫോം. ദെൻ ഫോർ 2 years I sat over the last bench. 2 വർഷക്കാലം ഞാൻ അവസാന ബെഞ്ചിലിരുന്നു. ഓവർ എന്നുള്ളത് ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ എബവ്, മുകളിൽ എന്ന് കാണിക്കുന്നത് തന്നെയാണ്. ഓൺ എന്നുള്ളതാണ് കറക്റ്റ് ഫോം. ഓൺ എന്നത് ഒരു വസ്തുവിൻ്റെ മുകളിലാണ്. പക്ഷെ ആ വസ്തു ഏതാണോ ആ സർഫസ്, ഉപരിതലം, അതുമായി ടച്ച് ചെയ്തുകൊണ്ടായിരിക്കും. നാം ഒരു ബെഞ്ചിലിരിക്കുമ്പോൾ നാം ആ ബെഞ്ചിൽ ടച്ച് ചെയ്യാതെ അതിൻ്റെ മുകളിലല്ല ഇരിക്കുന്നത്. ബെഞ്ചിൽ സ്പർശിച്ചുകൊണ്ട്, അതിൽ നാം ഭാരം കൊടുത്തുകൊണ്ട് നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലായിരിക്കും ബെഞ്ച്. അതിൻ്റെ മുകളിൽ നാം സ്പർശിച്ചു കൊണ്ടിരിക്കും. ഓൺ എന്നുള്ളത് എപ്പോഴും ആ ഒരു ടച്ചിങ് കാണിക്കും. അതിനെക്കുറിച്ച് പറയുന്ന ഭാഗം ശ്രദ്ധിക്കുക.
സാറ്റ് ഓവർ ദ ബെഞ്ച് എന്നുള്ള എറർ. സാറ്റ് ഓൺ ദ ബെഞ്ച് എന്നാണ് കറക്റ്റ് ഫോം. ഓൺ ടച്ചിങ് എ സർഫസ്, ആ ബെഞ്ചിൻ്റെ സർഫസിൽ ടച്ച് ചെയ്യുന്നതാണ് ഓൺ. ഓവർ എന്ന് പറയുമ്പോൾ എബവ് എന്ന അർത്ഥം തന്നെയാണ് വിതൗട്ട് ടച്ചിങ്, എന്നാൽ ബെഞ്ചിൽ സ്പർശിക്കുന്നില്ല, അങ്ങനെ നമുക്കിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഓൺ എന്നുള്ളതാണ് കറക്റ്റ് ഫോം. ദെൻ I then felt like the poorer child in the world, not on account of lacks of money, but because of loneliness and isolation. ഈ സെൻറ്റൻസിലും രണ്ട് എറേഴ്സ് ഉണ്ട്. ആദ്യം ഐ ദെൻ ഫെൽറ്റ് ലൈക്ക് ദ പൂറർ ചൈൽഡ് ഇൻ ദ വേൾഡ്, ലോകത്തിലെ എല്ലാ കുട്ടികളെയും എടുത്തുകൊണ്ട് ഒരുപാട് കുട്ടികളുമായിട്ടാണ് അദ്ദേഹം കമ്പയർ ചെയ്യുന്നത്. രണ്ട് ഗ്രൂപ്പുകൾക്കിടയിലോ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്കിടയിലോ അല്ല. നാം നേരത്തെ മനസ്സിലാക്കി, രണ്ടാണെങ്കിൽ കമ്പാരിസൺ കമ്പാരിറ്റീവ് ഫോമിലായിരിക്കണം, മോർ ഓർ ER ഫോമിൽ. എന്നാൽ രണ്ടിലധികമുള്ള ലോകത്തിലെ കുട്ടികൾ എന്നുള്ള ഒരു വലിയ ഗ്രൂപ്പുമായിട്ട് കമ്പാരിസൺ നടത്തുമ്പോൾ നാം സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കേണ്ടത്. ഫെൽറ്റ് ലൈക്ക് ദ പുവറസ്റ്റ് ചൈൽഡ്, മോസ്റ്റ് അല്ലെങ്കിൽ EST ഫോമിലേക്ക് മാറ്റണം. ദ പുവറസ്റ്റ് ചൈൽഡ് ഇൻ ദ വേൾഡ്. ദെൻ നോട്ട് ഓൺ അക്കൗണ്ട് ഓഫ് ലാക്സ് ഓഫ് മണി, പണത്തിൻ്റെ കുറവ് കൊണ്ടല്ല എന്ന് പറയാൻ ലാക്സ് ഈ വേർഡല്ല ഉപയോഗിക്കേണ്ടത്. വേർഡ് മാറിപ്പോയി, സ്പെല്ലിംഗ് മാറിപ്പോയി. നമുക്ക് വേണ്ടത് അഭാവം എന്നർത്ഥം വരുന്ന LACK, ലാക്ക്. ആ ലാക്സ് LACK എന്ന് എഴുതുമ്പോൾ അതിന് പ്ലൂറൽ ഫോമും ഇല്ല. നോട്ട് ഓൺ അക്കൗണ്ട് ഓഫ് ലാക്ക് ഓഫ് മണി എന്നുള്ളതും ശ്രദ്ധിക്കുക. വൺ മോർ ക്വസ്റ്റ്യൻ. എഡിറ്റ് ദ മാർക്ക്ഡ് എറേഴ്സ് ഇൻ ദ ഫോളോയിങ് പാസേജ്. നാലാമത്തെ ഈ പാസേജിലും എറേഴ്സ് മാർക്ക് ചെയ്ത് നൽകിയിട്ടുണ്ട്. ബബ്ലു ഓൾവേസ് തോട്ട് ഓഫ് ഹെൽപ്പിംഗ് വുമൻസ് ഇൻ ദ വില്ലേജ്. ഗ്രാമത്തിലെ സ്ത്രീകളെ സഹായിക്കുന്നതിനെക്കുറിച്ച് ബബ്ലു എപ്പോഴും ചിന്തിച്ചു എന്ന് പറയുന്ന ഈ സെൻറ്റൻസിൽ തന്നെ രണ്ട് എറേഴ്സ് ഉണ്ട്. ഒന്ന്, സെൻറ്റൻസ് തുടങ്ങുന്നത് എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. ഇവിടെ അതിനുമപ്പുറം ബബ്ലു എന്നുള്ളത് ഒരു വ്യക്തിയുടെ പേരാണ്, ഒരു പ്രോപ്പർ നൗണാണ്. ഈ രണ്ടർത്ഥത്തിലും സ്മോൾ ലെറ്റർ കൊണ്ട് തുടങ്ങിയതാണ് ഇവിടുത്തെ എറർ. ബബ്ലു എന്നുള്ളത് ഒരു വ്യക്തിയുടെ പേരായതുകൊണ്ട് B ക്യാപിറ്റൽ വേണം. ഇനി ഒരു പേരല്ല എങ്കിലും അവിടെ ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ് തുടക്കമായതുകൊണ്ടും ക്യാപിറ്റൽ ലെറ്റർ വേണം. ദെൻ വുമൻസ് എന്നുള്ളത് തെറ്റാണ്. വുമൺ എന്നതിൻ്റെ പ്ലൂറൽ ഫോം വിമൻ എന്നാണ്. WOMEN, വിമൻ എന്നാണ് വായിക്കാറ്. വുമൻസ് എന്നിങ്ങനെ ഒരു പ്ലൂറൽ ഫോം ഇല്ല. അതുപോലെ തന്നെയാണ് മാൻ. മാൻ എന്നതിൻ്റെ പ്ലൂറൽ ഫോം മാൻസ് അല്ല, പകരം മെൻ എന്നാണ്. വുമൺ അതിൻ്റെ പ്ലൂറൽ ഫോം എഴുതുമ്പോഴും അതിലെ രണ്ടാമത്തെ സിലബിൾ മെൻ എന്ന രൂപത്തിലാണ് വരുന്നത്, വിമൻ എന്ന രൂപത്തിൽ. He wanted to make them to use. ഈ സെൻറ്റൻസിൽ ടു യൂസ് എന്നുള്ളത് എററായി നൽകിയിരിക്കുന്നു. ഇതിനുള്ള കാരണം മേക്ക് എന്നുള്ള വേർബ് അതിന് മുമ്പിൽ വന്നതുകൊണ്ടാണ്. നാം നേരത്തെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, മേക്ക് എന്നുള്ളത് ഒരു കോസേറ്റീവ് വേർബാണ്. മേക്ക്, ലെറ്റ് തുടങ്ങിയ വേർബുകൾക്ക് ശേഷം ഒബ്ജക്റ്റ് കഴിഞ്ഞ് പിന്നീട് ഒരു വേർബ് ഉപയോഗിക്കുമ്പോൾ അത് ബേസ് ഫോമിൽ ഉപയോഗിക്കണം. He wanted to make them to use എന്നുള്ളതാണ് തെറ്റ്. They wanted to make them use എന്നുള്ള ബേസ് ഫോം കറക്റ്റായിട്ട് ഉപയോഗിക്കുക. ഇതൊന്ന് മനസ്സിലെപ്പോഴും ഓർത്ത് വെക്കുക. മേക്ക്, മെയ്ഡ് കഴിഞ്ഞു വരുന്ന വേർബ് എപ്പോഴും ബേസ് ഫോമിലായിരിക്കണം. അതുപോലെ തന്നെയാണ് ലെറ്റ് കഴിഞ്ഞു വരുന്ന വേർബും. ഉദാഹരണത്തിന് ലെറ്റ് മീ ഗോ എന്നേ പറയുള്ളൂ, ലെറ്റ് മീ ടു ഗോ എന്ന് പറയില്ല. മീ ഗോ എന്ന പോലെ തന്നെ മേക്ക് ദം ഗോ, മേക്ക് ദം ടു ഗോ എന്ന് പറയുന്നതും തെറ്റാണ്. എപ്പോഴും മേക്ക്, ലെറ്റ് കഴിഞ്ഞു വരുന്ന വേർബ് ബേസ് ഫോമിൽ ചേർക്കുക. ദെൻ സോ ദേ കുഡ് ലീഡ് എ ഹെൽത്തി ഹൈജീനിക് ലൈഫ്. ദ പാഡ്സ് ഹു അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് വർ എക്സ്ട്രീം എക്സ്പെൻസീവ്. ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കുക. പാഡ്സിനെ കുറിച്ചാണ് പറയുന്നത്, പക്ഷേ അതോടൊപ്പം റിലേറ്റീവ് ക്ലോസ് ഉപയോഗിച്ചത് റിലേറ്റീവ് പ്രോനോൺ തെറ്റായ രീതിയിലാണ്. പാഡ്സ് എന്നുള്ള വസ്തുക്കൾക്ക് അതോടൊപ്പം ചേർക്കേണ്ടത് വിച്ച് എന്നുള്ള റിലേറ്റീവ് പ്രോനോണാണ്. ദ പാഡ്സ് വിച്ച് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. വിച്ച് എന്ന സ്ഥാനത്ത് ദാറ്റും ഉപയോഗിക്കാം. സാന്ദർഭികമായി പറയുക, കൺഫ്യൂസ്ഡ് ആവരുത്. ദ പാഡ്സ് കഴിഞ്ഞ്
ഒരു കോമ ഉള്ളത് കൊണ്ട് നാം വിച്ച് എന്ന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ഇതൊരു നോൺ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള റിലേറ്റീവ് ക്ലോസ് ആണ്. എന്നാൽ റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള റിലേറ്റീവ് ക്ലോസുകൾ കോമ ഇല്ലാതെയാണ് എഴുതുക. ദ പാഡ്സ് കഴിഞ്ഞ് കോമ, ദെൻ മാർക്കറ്റ് കഴിഞ്ഞ് കോമ, അങ്ങനെ 2 കോമയും ഇല്ലാതെ നേരിട്ട് എഴുതുന്ന ഒരു ഘട്ടം എന്ന് വെച്ചാൽ അത്യാവശ്യമായിട്ടുള്ള, നമുക്കൊരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു റിലേറ്റീവ് ക്ലോസ് ആകുമ്പോൾ നാം വിച്ച് ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് ദാറ്റും ഉപയോഗിക്കാം. ഏതായാലും ഇവിടെ ഹു എന്നതിന് പകരം കോമ കഴിഞ്ഞ് വിച്ച് ഉപയോഗിക്കുക, കോമ കഴിഞ്ഞ് ദാറ്റ് ഉപയോഗിക്കില്ല എന്നുള്ളതും അറിയിക്കുക. ദ പാഡ്സ് വിച്ച് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് വേർ എക്സ്ട്രീം എക്സ്പെൻസീവ്. നേരത്തെ വിശദീകരിച്ചതാണ്. എക്സ്പെൻസീവ് എന്നുള്ളത് ഒരു ആഡ്ജക്റ്റീവ് ഫോമാണ്. ആ ആഡ്ജക്റ്റീവിനെയാണ് മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അതെപ്പോഴും ഒരു ആഡ്വേർബ് ആയിരിക്കണം. എക്സ്ട്രീം എന്നുള്ളതും ഒരു ആഡ്ജക്റ്റീവ് ഫോമാണ്. അപ്പോൾ എക്സ്ട്രീം, എക്സ്പെൻസീവ് എന്നിങ്ങനെ 2 ആഡ്ജക്റ്റീവുകൾ കൊണ്ട് പരസ്പരം മോഡിഫൈ ചെയ്യാൻ കഴിയില്ല. എക്സ്പെൻസീവിനെ എക്സ്ട്രീംലി എന്നാണ് പറയേണ്ടത്. എക്സ്ട്രീംലി എക്സ്പെൻസീവ് ആഡ്വേർബ് ഫോം ഉപയോഗിക്കണം എന്നർത്ഥം. ആൻഡ് ദ വില്ലേജസ് were not enough rich. ഇവിടെയും ഒരു വേർഡ് ഓർഡർ പ്രോബ്ലം ഉണ്ട്. അതിൻ്റെ കറക്ഷൻ ഭാഗം ശ്രദ്ധിക്കുക. ഇനഫ് റിച്ച് എന്നുള്ളത് തെറ്റാണ്. പകരം റിച്ച് ഇനഫ് എന്നാണ് വേണ്ടത്. എന്താണ് അവിടുത്തെ പ്രശ്നം? ഇനഫ് എന്നുള്ള വേർഡ് ഒരു ആഡ്ജക്റ്റീവിനോടോ ആഡ്വേർബിനോടോ ചേർക്കുമ്പോൾ ആഡ്ജക്റ്റീവോ ആഡ്വേർബോ കഴിഞ്ഞു വേണം ചേർക്കാൻ. ഉദാഹരണത്തിന് ആഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആഡ്വേർബ് കഴിഞ്ഞ് ഇനഫ് ചേർത്തത് ശ്രദ്ധിക്കുക. ദെൻ ഇനഫ് എന്നുള്ള വേർഡ് ഒരു നൗണിനോടൊപ്പമാണ് ചേർക്കുന്നതെങ്കിൽ ആ നൗണിന് മുമ്പിൽ ചേർക്കണം. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം റിച്ച് എന്നുള്ള ആഡ്ജക്റ്റീവിനോടൊപ്പമാണ് ഇനഫ് ചേർത്തത്. അത് തെറ്റാണ്. റിച്ച് എന്നുള്ള ആഡ്ജക്റ്റീവ് കഴിഞ്ഞ് വേണം ഇനഫ് വരാൻ. റിച്ച് ഇനഫ് എന്ന് വേണം. ദെൻ സോ ഹി ഡിസൈഡഡ് ടു സ്റ്റാർട്ട്സ് എക്സ്പെരിമെൻറ്റ്സ്. ഇവിടെയുള്ള കുഴപ്പം ടു എന്നുള്ളത് ഒരു ടു ഇൻഫിനിറ്റീവ് മാർക്കറാണ്. ടു ഇൻഫിനിറ്റീവ് കഴിഞ്ഞാൽ അതോടൊപ്പം നാം ബേസ് വേർബേ ചേർക്കാൻ പാടുള്ളൂ. ഹി ഡിസൈഡഡ് ടു സ്റ്റാർട്ട്. സ്റ്റാർട്ട്സ് എന്നൊരു എസ് ഫോം തെറ്റാണ്. വേറൊരു ഫോമും ശരിയാകില്ല. ഡിസൈഡഡ് ടു സ്റ്റാർട്ട് എന്നിങ്ങനെ. Experiments to make his own affordable pads. However, his family and friends was against his idea. ഇവിടെ was എന്നുള്ളത് തെറ്റാണ്. ശ്രദ്ധിക്കേണ്ടത് was എന്നുള്ളത് ഒരു സിംഗുലർ വേർബാണ്. എന്നാൽ അതിനോടൊപ്പം ചേർത്തിരിക്കുന്ന സബ്ജക്റ്റുകൾ നോക്കുക. ഹിസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. 2 നൗണുകളുണ്ട്. ഫാമിലി, ദെൻ ആൻഡ് എന്നുള്ള കണക്റ്റിംഗ് വേർഡുമുണ്ട്. അതൊരു പ്ലസ് മാർക്ക് പോലെയാണ്. ഫാമിലി പ്ലസ് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലൂരലാണ്. ഇനി ഫ്രണ്ട്സ് എന്ന് മാത്രമാണെങ്കിലും പ്ലൂരലാണ്. അപ്പോൾ അതിനോടൊപ്പവും നമുക്ക് വാസ് ശരിയാകില്ല. സബ്ജക്റ്റ് വേർബ് അഗ്രിമെൻ്റ് ആണ് ഇവിടുത്തെ പ്രശ്നം. ഹിസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് വേർ അഗൻസ്റ്റ് ഹിസ് ഐഡിയ എന്ന പ്ലൂറൽ ഫോമിലേക്ക് മാറ്റി എഴുതണം. ഈ വീഡിയോയിൽ ഇതുവരെ വിശദീകരിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ എക്സാമുകളിൽ തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എജു സ്പോട്ട് എജു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.